ഷൊർണൂർ നഗരസഭയുടെ 4.5 കോടി രൂപ വിഹിതം വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെതിരെ ഷൊർണൂർ നഗരസഭ ബസ് സ്റ്റാൻഡിന് മുന്നിൽ CPM പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പരിപാടി പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ഇടതു ഭരണം മാറി കോൺഗ്രസ് അധികാരത്തിലെത്തിയപ്പോൾ CPMന്റെ നേതൃത്വത്തിലുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ടുകൾ വെട്ടിക്കുറച്ച് വേട്ടയാടുകയാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുതൽ 4.5 കോടിയോളം രൂപയാണ് ഷൊർണൂർ നഗരസഭാ വിഹിതം സംസ്ഥാന സർക്കാർ വെട്ടിക്കുറച്ചത്. ഇതിന്റെ ഭാഗമായാണ് CPMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. രാവിലെ 11 മണിക്ക് ഷൊർണൂർ നഗരസഭാ ബസ് സ്റ്റാൻഡിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ വികസനത്തിന് വിവേചനം കാണിക്കുന്നത് ശരിയായ രീതിയല്ലെന്നും LDFന്റെ ഭരണകാലത്ത് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഒരുപോലെ ഫണ്ട് അനുവദിച്ച വികസനങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ജനകീയാസൂത്രണ പ്രസ്ഥാനം പദ്ധതി നടപ്പാക്കുക വഴി തന്നെ ഈ കേരളത്തിൽ പദ്ധതി വിഹിതത്തിന്റെ 28, 30, 40% വരെയുള്ള ഫണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി വിട്ടുകൊടുത്തിരുന്നു. അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ അത് കൈകാര്യം ചെയ്യാനുള്ള അധികാരവും കൊടുത്തിരുന്നു. സാധാരണ പറയാനുള്ള അധികാരവും സമ്പത്തും എന്നാണ്. ആ നിലയിലാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം ശക്തിപ്പെട്ടു വന്നത്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെ ഏറെക്കുറെ നടത്തുന്നതിന് വേണ്ടി നമുക്ക് സാധ്യമായത്. ആ നിലയിൽ ഇപ്പോൾ കഴിഞ്ഞ 10 കൊല്ലക്കാലമായി കേരളം ഭരിച്ചിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി വേണ്ടി കൊടുത്തിരുന്ന സംഖ്യ 1,23,175 കോടിയായിരുന്നു. 1,23,715 കോടി രൂപ. കണക്കൂട്ടാണെങ്കിൽ ഒരുപാട് സമയം പിടിക്കും. അതിന്റെ രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും തനത് ഫണ്ട് ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെയായി കേരളത്തിൽ വലിയ വികസന മുന്നേറ്റം സൃഷ്ടിക്കപ്പെടാൻ വേണ്ടി. എന്നാൽ ഈ ഗവൺമെന്റ് വന്ന് സമയബന്ധിതമായി 4 മാസക്കാലത്തേക്കുള്ള ഗഡു എന്ന നിലക്ക് കൊടുക്കേണ്ട 29,500 കോടി രൂപ, ആ 29,500 കോടി രൂപ അവർ നൽകിയിട്ടില്ല. പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ പി നിർമ്മല, മുൻ നഗരസഭാ അധ്യക്ഷൻ MK ജയപ്രകാശ്, സിന്ധു, VK അനുരാജ്, CK സൗമ്യ, സിന്ധു എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.